കേരളത്തിൽ ഒരുപാട് വിവാദം ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഈ നവകേരള ബസ് എന്ന് പറയുന്നത്. ഈ ബസ്സിൻ്റെ കോഴിക്കോട് ബംഗളൂരു സർവീസിന് ഇന്ന് വെളുപ്പിന് തുടക്കമായി. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് പുലർച്ചെ 4:15 പുറപ്പെട്ട ബസ് ഇന്ന് രാവിലെ 11:35 ബാംഗ്ലൂരു നഗരത്തിലെത്തണം. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് ഈ ബസ്സിൻ്റെ മടക്കയാത്ര. പക്ഷേ ആദ്യ യാത്രയിൽ തന്നെ ഒരു കല്ലുകടി. ബസ്സിൻ്റെ വാതിൽ തരാറിലായിപ്പോയി. അവസാനം ബസ് വാതിൽ കെട്ടിവെച്ച് മുന്നോട്ട് ഓടുന്ന ഒരവസ്ഥയിലായി. ദീപക് തരമണം കോഴിക്കോട് നിന്ന് മറ്റു വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്. യഥാർത്ഥത്തിൽ ഈ ബസ്സിൻ്റെ കന്നിയാത്രയ്ക്ക് ഇങ്ങനൊരു അപകടം ഉണ്ടായി അല്ലേ? എന്താ? ഗുഡ് മോർണിംഗ് എസ് കെ. ഗുഡ് മോർണിംഗ്, പറയൂ. അതെ എസ് കെ, ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് ഈ ബസ്സിൽ ആദ്യം യാത്ര ചെയ്ത ഒരു സിവിലിയൻ 24 ടീമായിരുന്നു. കാരണം നവകേരള യാത്രക്കിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യ അഭിമുഖത്തിൽ ആ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടായിരുന്നു ഞങ്ങൾ പോയത്. ഈ ബസ് തുടക്കം മുതൽ വിവാദങ്ങളുടെ ബസ്സായിരുന്നു. കാരണം ആ ബസ്സിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തുന്നു, അത് കഴിഞ്ഞ് ബസ്സിനെതിരെ സമരം നടക്കുന്നു, ബസ്സിന് വിവിധ സ്ഥലങ്ങളിൽ നിന്നും കരിങ്കൊടി, എടുത്തുചാട്ടം, അങ്ങനെ വിവാദങ്ങളുടെ പെരുമഴയായിരുന്നു ഈ ബസ്സിന്റെ ഒരു മാസക്കാലം നീണ്ടുനിന്ന നവകേരള യാത്രയിലുടനീളം നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ ഈ ബസ് യഥാർത്ഥത്തിൽ യാത്ര തുടങ്ങുമ്പോഴും പ്രശ്നങ്ങളായിരുന്നു. കാരണം 4 മണിക്കാണ് യാത്ര പുറപ്പെടേണ്ടത്. പക്ഷേ ഏതാണ്ട് 4:30 കഴിഞ്ഞാണ് യാത്ര ആരംഭിച്ചത്. അത് പൊതുവെ മാധ്യമപ്രവർത്തകരുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള തിരക്കുമൊക്കെ അതിൽ നമ്മളൊക്കെ കുറ്റക്കാർ തന്നെയാണ്. പക്ഷേ യാത്ര തുടങ്ങുമ്പോഴേക്കും ഈ ബസ്സിന്റെ ഡോർ തകരാറാവുന്നു. സാങ്കേതിക തകരാറാണെങ്കിലും അത് യാത്രയെ ബാധിക്കാത്ത വിധം ക്രമീകരിച്ച് മുന്നോട്ട് പോവുകയാണെന്നാണ് ആ ബസ്സിലെ ഡ്രൈവർ ഷാജി എന്ന് പറയുന്ന ഡ്രൈവറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. യാത്ര ഇപ്പോഴും തുടരുകയാണ്. വയനാട് പിന്നിട്ട് കഴിഞ്ഞു യാത്ര. ഈ ബസ്സിന് ആദ്യത്തെ സ്റ്റോപ്പ് താമരശ്ശേരിയാണ്, പിന്നീട് കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, ബാംഗ്ലൂർ, ഈ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 1170, അത് അതിൻ്റെ ടാക്സ് കൂടി വരും, അത്രയും രൂപയാണ് ഇതിന് ടിക്കറ്റ് നിരക്കുള്ളത്. 11 മണിയോടുകൂടി ഇത് ബാംഗ്ലൂരുവിൽ എത്തുകയും പിന്നെ തിരിച്ച് അതേ ദിവസം തന്നെ ഇങ്ങോട്ടേക്കുള്ള മടക്കയാത്ര പുറപ്പെടുകയും ചെയ്യും. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കന്നി യാത്രാ ദിവസം ടിക്കറ്റ് മുഴുവൻ നേരത്തെ തന്നെ ഓൺലൈനിൽ വിൽക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതായത് ബാംഗ്ലൂർ യാത്രയുടെയും തിരിച്ചുള്ള യാത്രയുടെയും ടിക്കറ്റ് വിൽക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഏതായാലും KB ഗണേഷ് കുമാർ അതൊരു അന്തർ സംസ്ഥാന യാത്രയായി KSRTCയുടെ ഷോക്കേസ് ചെയ്യാനുള്ള ഗതാഗത മന്ത്രിയുടെ തീരുമാനം, അത് ആദ്യ ദിനത്തിൽ ഈ രീതിയിൽ ടിക്കറ്റ് സെയിലിൽ പൂർണ്ണമായും വിജയിക്കുകയും എന്നാൽ യാത്ര തുടക്കം മുതലുള്ളതുപോലെ അല്പം വിവാദത്തോടു കൂടിയാണ് എന്നുള്ളതാണ് വസ്തുത. എസ് കെ. ഓക്കെ, താങ്ക് യു ദീപക് തരമടം.